Greetings in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Do we have faith in the house? ഇന്ന് ഈ ദൈവസഭയിൽ വിശ്വാസമുണ്ടോ? Do we have faith in the house? നമ്മൾക്ക് ഈ ദൈവസഭയിൽ വിശ്വാസമുണ്ടോ? So today I'll be sharing on having the faith to build. ഇന്ന് പണിയുവാനുള്ള വിശ്വാസത്തെക്കുറിച്ചാകുന്നു ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. Let's just start with a word of prayer. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. Abba Father, Lord, I just commit this time into your hands. കർത്താവേ, ഞാൻ ഇന്ന് ഈ സമയം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. I pray that you will start speaking to everyone here. ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ ഇന്ന് ഇവിടെ ഓരോരുത്തരോടും നീ സംസാരിച്ചു തുടങ്ങണമേ. Let it not just be a normal word, but a word that will change their lives. അത് സാധാരണയായി സംഭവിക്കുന്ന ഒരു വചനം പങ്കിടലാവരുതേ. Let it just be rooted in their hearts and let it transform them. പക്ഷേ അവർ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത് ആഴ്ന്നിറങ്ങി അത് ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്തുന്ന വചനമായി തീരണമേ. I pray that faith will be released as I share. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാനിവിടെ വചനം പങ്കിടുമ്പോൾ തന്നെ വിശ്വാസം ഇവിടെ റിലീസ് ആവട്ടെ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. Amen. So we all are familiar with Nehemiah, a man who was asked to build a wall. നമ്മൾക്ക് നെഹമ്യാവിനെ കുറിച്ച് അറിയാം. ഒരു ദാസനായിരുന്നു, ഒരു മതിൽ പണിയുവാൻ വേണ്ടി ദൈവം പറഞ്ഞ ഒരു ദാസൻ. So Babylon took over Jerusalem and burned it, and the people were taken as exile, and for 70 years they were in exile. അപ്പോൾ ബാബിലോണിയർ വന്ന് യെരുശലേമിലേക്ക് കീഴടങ്ങി അവർ പ്രവാസത്തിലേക്ക് പോയി. 70 വർഷം ഈ ഇസ്രായേൽ ബാബിലോണിലേക്ക് പ്രവാസത്തിനായി പോകേണ്ടി വന്നു. But after the 70 years, the Lord used people like Nehemiah, Ezra, Zerubbabel to come back and start building. ഈ 70 വർഷത്തിന് ശേഷം ദൈവം നെഹമ്യാവിനെയും സെറുബ്ബാബലിനെയും എന്നിങ്ങനെ ദേവദാസന്മാരെ ഉപയോഗിച്ച് തിരിച്ച് യെരുശലേം പണിയുവാനായിട്ട് ഉപയോഗിച്ചു. Nehemiah was the cupbearer of the king Artaxerxes. ഈ അർത്ഥഹഷ്ട എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ്. A very comfortable job. ഇത് വളരെ ഒരു സമാധാനപരമായ ഒരു വേലയായിരുന്നു. I think he would have reached the peak of his career. അദ്ദേഹത്തിന്റെ വേലയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അദ്ദേഹം എത്തിക്കാണണം. But it's at that time his brother Hanani visits him after returning from Judah, and Nehemiah asks him, how is the situation in Judah? അപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരനായ ഹനാനി യഹൂദയിൽ പ്രവേശിച്ച് തിരിച്ച് അദ്ദേഹത്തെ കാണുവാനായിട്ട് വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, എന്താകുന്നു യെരുശലേമിന്റെ യഹൂദയിലെ സ്ഥിതി എന്ന്. In Nehemiah 1:3 says, and they said to me, the survivors who are left from the captivity in the province are there in great distress and reproach. The wall of Jerusalem is also broken down, and its gates are burned with fire. നെഹമ്യ 1:3 ഇങ്ങനെ വായിക്കുന്നു, അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. In Old Testament times, the walls of a city were so important. പഴയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ ഈ മതിലുകൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. They gave protection. അത് മതിലുകൾ സംരക്ഷണം കൊടുത്തു പോന്നു. They established the boundaries of the place. അതുപോലെ ആ സ്ഥലത്തിന്റെ അതിർവരമ്പുകൾക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു ഈ മതിലുകൾ. Watchmen would sit on the wall and look and see if danger comes. കാവൽക്കാർ മതിലിന്റെ മേലെ ഇരുന്നിട്ട് അവർ അപകടങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. And to not have walls was a real disgrace. അതുപോലെ ഒരു മതിലില്ലാത്ത ഒരു പട്ടണം എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ ഒരു നല്ല ഒരു കാര്യമല്ലായിരുന്നു. And the gates were a place where very important decisions were made. അതുപോലെ ഈ മതിലിന്റെ കവാടങ്ങളിലായിരുന്നു മൂപ്പന്മാർ വന്നുകൂടി വളരെ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. And so Nehemiah felt so sad that the walls and the gates were no longer there. അപ്പോൾ നെഹമ്യാവിന് വളരെയധികം സങ്കടം തോന്നി, ഈ ഒരു മതിലും അതിന്റെ കവാടവും ഒന്നും ഇടിഞ്ഞു പോയി അതില്ലാതിരിക്കുന്നത് ഓർത്തിട്ട്. And so what was his response? അപ്പോൾ എന്തായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് നെഹമ്യാവിന്റെ പ്രതികരണം? He mourns for Jerusalem and he fasts and he prays. താൻ യെരുശലേമിന് വേണ്ടി കരയുകയും താൻ പ്രാർത്ഥിക്കുകയും താൻ ഉപവസിക്കുകയും ചെയ്തു. What is our response when we see sad situations around us? നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രയാസമേറിയ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾക്കുള്ള പ്രതികരണം എന്താകുന്നു? When you go out into the world and you see such hopelessness, what is your response? പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ നമ്മളുടെ പ്രതികരണം എങ്ങനെയാവുന്നു? In many families, even in the church, there is so much brokenness. What is our response?
പല ഭവനങ്ങളിലും സഭയിലാണെങ്കിൽ കൂടെ പല ഭവനങ്ങളിലും പല പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മളുടെ എന്താകുന്നു നമ്മുടെ പ്രതികരണം അതിനെക്കുറിച്ച് ഓർത്ത്. You may have seen in the city properties without walls. നമ്മൾ കണ്ടു കാണും പട്ടണങ്ങളിലൊക്കെ ഈ വസ്തുവകകളൊക്കെ മതിലുകൾ ഇല്ലാതിരിക്കുന്നത്. That's the place where all the waste is put. അവിടെയാകുന്നു അധികമായി വേസ്റ്റുകൾ കൊണ്ടിടുന്നത്. And it's only when they build the wall that is guarded. ഒരു മതിൽ പണിയുമ്പോൾ മാത്രമാകുന്നു ആ വസ്തുക്കൾ സൂക്ഷിച്ച് വെക്കുന്നത്. So it's so important to build a wall. അതുകൊണ്ട് മതിലുകൾ പണിയുന്നത് വളരെ പ്രാധാന്യമുള്ളതാകുന്നു. And so Nehemiah fasts and prays. It's such a burden for him. നെഹമ്യാവിന് അധികമായി ഭാരം വന്നിട്ട് അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. And his prayer is so beautiful. ഈ പ്രാർത്ഥന വളരെ മനോഹരമാകുന്നു. Let's read in chapter 1 verse 5. It says, "And I said, I pray, Lord God of heaven, O great and awesome God, you who keep your covenant and mercy with those who love you and observe your commandments." നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? 1:5 സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. This is a man who knows God. ദൈവത്തെ അറിയുന്ന ഒരു ദാസനാകുന്നു ഇത്. This is a man who knows how to pray. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയുന്ന ഒരു ദൈവദാസനാകുന്നു ഇത്. And you know, the Lord's prayer, the first thing is that Jesus teaches us is to say, "Hallowed be your name." നമ്മളെ യേശു പ്രാർത്ഥന പഠിപ്പിച്ചതിന്റെ ആദ്യത്തെ വരി എന്ന് പറയുന്നത് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നുള്ളതാകുന്നു. Nehemiah in his prayer is so aware of the greatness of God. നെഹമ്യാവിനെ തന്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആ ഒരു ഭയങ്കരവും ദൈവത്തിന്റെ നാമത്തെക്കുറിച്ച് ബോധമുള്ളവനായിരുന്നു. So often we start praying with our problems. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചാകുന്നു. This is all wrong. ഇതെല്ലാം പ്രശ്നമുള്ളതാകുന്നു, ഒന്നും ശരിയല്ല എന്ന് തുടങ്ങിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. But when we sit before the Lord, we need to first see who we are praying to. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ആരോടാകുന്നു പ്രാർത്ഥിക്കുന്നത് എന്നാണ്. For many years I used to pray that way, just so focused with my problems. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. വളരെ വർഷങ്ങൾ എൻ്റെ പ്രശ്നങ്ങളെ മാത്രം ഊന്നി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. But when I shifted to this, my prayer changed. പക്ഷേ എൻ്റെ ഇത് മനസ്സിലായപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ഗതിയും മാറി. So the first thing he said, "I know who you are, God." അപ്പോൾ നെഹമ്യാവ് ആദ്യമായി പ്രാർത്ഥിക്കുന്ന ദൈവമേ നീ ആരാകുന്നു എന്ന് എനിക്ക് അറിയാമെന്നുള്ളതാകുന്നു. And verse 6 it says, "Please let your ear be attentive and your eyes open, that you may hear the prayer of your servant, which I pray before you now, day and night, for the children of Israel, your servants." 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണു തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. So he says, yes, and he's praying day and night. അപ്പോൾ രാവും പകലുമാകുന്നു നെഹമ്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. The Lord gives him a burden and he doesn't stop with a short prayer. He prays and prays and prays. ദൈവം നെഹമ്യാവിൻ്റെ ഉള്ളിൽ ഒരു ഭാരം കൊടുത്തിരിക്കുന്നു. അതൊരു ചുരുങ്ങിയ പ്രാർത്ഥനയിലല്ല നെഹമ്യാവ് പ്രാർത്ഥിച്ചു നിർത്തുന്നത്, രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. And then he goes and says, "My father's house has sinned." അത് കഴിഞ്ഞിട്ട് നെഹമ്യാവ് പറയാവുന്നു, എൻ്റെ പിതൃഭവനം പാപം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. And he repents for the sins of Israel. അങ്ങനെ ഇസ്രായേലിന്റെ പാപത്തിന് വേണ്ടി നെഹമ്യാവ് ഇവിടെ മാനസാന്തരപ്പെടുകയാണ്. See, he is not the one who sinned, but his people have sinned. നെഹമ്യാവ് അല്ല ഇവിടെ പാപം ചെയ്തത്, തൻ്റെ ഗൃഹമായിരുന്നു പാപം ചെയ്തത്. So it is biblical to repent for the sins of the land. അപ്പോൾ നമ്മുടെ ദേശത്തിന്റെ പാപത്തിന് വേണ്ടി പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് വേദപുസ്തക പ്രകാരമുള്ള കാര്യമാകുന്നു. If we don't repent, who will? നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപിച്ചില്ലെങ്കിൽ വേറെ ആരത് ചെയ്യും? So if you read the paper and you are seeing so many things happening in the town, you should be repenting, asking the Lord, "Lord, forgive us for this sin, for so much immorality that is happening in the land, for all the lack of hope that is happening here." നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ കപടതകളെയും കളങ്കത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ ദേശത്തിൻ്റെ ഈ ഒരു പാപത്തിന് വേണ്ടി നീ ക്ഷമിക്കണമേ, നീ അലിവുണ്ടാകണമേ, ഈ പ്രതീക്ഷയില്ലാത്ത അവസ്ഥയൊക്കെ നീ മാറ്റണമേ എന്ന് നമ്മൾ പശ്ചാത്തപിച്ച് നമ്മളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. And then after repenting, he reminds God and says that you said that if we repent, you will restore us. അതുപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ യെരമ്യാവ് പറയുകയാണ്, നീ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ പശ്ചാത്തപിച്ച് നിന്നിലേക്ക് തിരിഞ്ഞാൽ നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ളത്. You know, church, if we repent for the land, God will restore this land.
ദൈവസഭയെ നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ ദേശത്തിന് വേണ്ടി മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് ഈ ദേശത്തെ യഥാസ്ഥാനപ്പെടുത്തും. If all the churches prayed and asked for forgiveness to the Lord, what would happen to this land? അപ്പോൾ എല്ലാ ദൈവസഭ ഒരുമിച്ച് നിന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ ദേശത്തിന്റെ അവസ്ഥ എന്തായി? Definitely things would change. നിശ്ചയമായും കാര്യങ്ങൾ മാറ്റപ്പെടും. And so he says he's confident that God would restore the land if he repented. അപ്പോൾ നെഹമ്യാവിന് ഉറപ്പുള്ള കാര്യമാണ്, നമ്മൾ പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞാൽ ദൈവം ഈ ദേശത്തിൽ യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ളത്. Verse 11 says, O Lord, I pray, please let your ear be attentive to the prayer of your servant and to the prayer of your servants who desire to fear your name, and let your servant prosper this day, I pray, and grant him mercy in the sight of this man, for I was the king's cupbearer. 11-ാം വാക്യത്തിൽ ഇങ്ങനെ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നു, കർത്താവെ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. As he prays, he is given a burden to do something for the Lord. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെഹമ്യാവിന് ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുവാനുള്ള ഭാരം തൻ്റെ ഉള്ളിൽ കിട്ടുകയാണ്. And he says, I'm going to do it because I fear you more than I fear man. അപ്പോൾ നെഹമ്യാവ് നിശ്ചയമായിട്ട് പറയുകയാണ്, ഞാൻ ഈ ഒരു കാര്യം ചെയ്യുവാൻ പോവുകയാണ്, കാരണം ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു മനുഷ്യനേക്കാളും. And I need favor before the king. പക്ഷേ എനിക്ക് ഈ രാജാവിൻ്റെ മുമ്പിൽ ഒരു ഫേവർ വേണം. And so we see that Nehemiah continues to pray for a period of 4 months. And in chapter 2, he comes before the king. അങ്ങനെ നമ്മൾ കാണുകയാണ് 4 മാസത്തോളം തുടർച്ചയായി നെഹമ്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ രാജാവിൻ്റെ മുമ്പാകെ നെഹമ്യാവ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. The king sees his face and asks him, why are you sad? It seems like sadness of the heart. അപ്പോൾ നെഹമ്യാവിനെ കണ്ടപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത്? അതൊരു ഹൃദയത്തിലെ ദുഃഖമായിട്ട് രാജാവിന് തോന്നി. Then the king said to him, what do you request? Nehemiah explains that the walls are broken in his land and he is so upset. അപ്പോൾ നെഹമ്യാവ് തൻ്റെ ദേശത്തിൻ്റെ ദുരവസ്ഥ പറയുകയാണ്, ഈ ഒരു മതിലിൻ്റെ ഇടിവും എല്ലാം പറഞ്ഞ് രാജാവിനെ ബോധിപ്പിക്കുകയാണ്. And in verse 4 it says, the king said to me, what do you request? So I prayed to the God of heaven. നെഹമ്യാവ് 2:4 ഇങ്ങനെ വായിക്കുന്നു, രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. And he explains how the situation is in Jerusalem. അങ്ങനെ ജെറുസലേമിന്റെ അവസ്ഥയെക്കുറിച്ച് രാജാവിനോട് ബോധിപ്പിക്കുകയാണ് നെഹമ്യാവ്. Nehemiah has a strategy. നെഹമ്യാവിന് ഒരു തന്ത്രമുണ്ട്. He doesn't just pray, he has a plan. നെഹമ്യാവ് വെറുതെ പ്രാർത്ഥിച്ചു പോവുകയല്ല, അദ്ദേഹത്തിന് ഒരു പദ്ധതിയുണ്ട്. If we have faith to build, we need to pray and also ask God for a plan, a strategy to take over things. നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഭാരമുണ്ടെങ്കിൽ, ഒരു തന്ത്രമുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് പദ്ധതികളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും ചോദിക്കേണ്ടതാകും. So when the king asks him, immediately he says, I want to go there for a period of time. അപ്പോൾ രാജാവ് ചോദിക്കുമ്പോൾ തന്നെ നെഹമ്യാവ് പറയുന്നു, ഒരു കാലപരിധിക്ക് എനിക്ക് അവിടെ പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. He is clear about it's a definite time. അത് നെഹമ്യാവ് അതിനെക്കുറിച്ച് ഉറപ്പ് നൽകുന്നു, ഞാനൊരു ചെറിയ സമയത്തേക്കാകുന്നു പോകുന്നത്. Then he asks for letters to give to the governors who are beyond the river so that he can cross to Judah. അങ്ങനെ താൻ പോകുന്ന വഴിയിൽ ഒക്കെ നദിക്കരികിലുള്ള ഓരോ ദേശാധിപതികളെ അവർക്കും ഒരു പെർമിഷന് വേണ്ടി ഉള്ള എഴുത്തുകൾ ചോദിക്കുന്നു നെഹമ്യാവ്. Then he asks for a letter to Asaph, the person who keeps charge of the forest, so he can get timber to build the wall. അങ്ങനെ വനവിചാരകനായ ആസാഫിന് വേണ്ടിയിട്ട് ഒരു എഴുത്ത് ചോദിക്കുന്നുണ്ട്, കാരണം അദ്ദേഹമാകുന്നു ഈ മതിൽ പണിയാനുള്ള ഈ മരമൊക്കെ കൊടുക്കേണ്ടത്. And the king agrees. ഈ അപേക്ഷകളൊക്കെയും രാജാവ് ഉറപ്പ് കൊടുക്കുകയാണ്. For the hand of God is on him. കാരണം ദൈവത്തിന്റെ കരം നെഹമ്യാവിന്റെ മുകളിലുണ്ടായിരുന്നു. When we pray with the burden of the Lord and we ask for strategies, the Lord opens ways. The Lord's hand will be on us. നമ്മൾക്ക് കർത്താവിൻ്റെ ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ തോന്നി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് അതിന് വേണ്ടിയിട്ട് അത് പണിയുവാനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തന്ത്രങ്ങളും അതിൻ്റെ വഴികളും ഒക്കെ കർത്താവ് തന്നെ തുറന്നു തരും. And then he sets out and goes to Jerusalem. അങ്ങനെ യെരുശലേമിലേക്ക് പണിയുവാനായിട്ട് നെഹമ്യാവ് യാത്ര പുറപ്പെടുകയാണ്. He hasn't told anyone. വേറെ ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നെഹമ്യാവ്. And he's inspecting the place. അവിടെ ചെന്നിട്ട് നെഹമ്യാവ് ഈ സ്ഥലമെല്ലാം ഒന്ന് പരിശോധിക്കുകയാണ്. And so we read in chapter 2 verse 11 and 12. So I came to Jerusalem and was there for 3 days. And I got up in the night, I and a few men with me.
I did not tell anyone what my God was putting into my mind to do for Jerusalem, and there was no animal with me except the animal on which I was riding. നെഹമ്യാവ് 2:11-12 വരെ. ഞാൻ യെരൂശലേമിൽ എത്തി അവിടെ 3 ദിവസം താമസിച്ചതിന് ശേഷം ഞാനും എന്നോട് കൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. So after inspecting, he's ready. Then he goes to the people. There are the Jews who came with him, the officials, some priests, some nobles, and he tells them, this is what the Lord has asked me to do. അപ്പോൾ ഈ സ്ഥലമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ കൂടെ വന്നിരി കുറച്ച് യഹൂദർ, കുറച്ച് പുരോഹിതന്മാരുണ്ടായിരുന്നു, കുറച്ച് പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അവരോടായിട്ട് സംസാരിച്ച് തൻ്റെ തന്ത്രങ്ങളെല്ലാം പറയുകയാണ്. Verse 17 and 18 says, Then I said to them, you see the bad situation we are in, that Jerusalem is desolate and its gates have been burned by fire. Come, let's rebuild the wall of Jerusalem so that we no longer be a disgrace. And I told them how the hand of my God had been favorable to me, and also about the king's words which he had spoken to me. Then they said, let's arise and build. So they put their hands to the good work. നെഹമ്യാവ് 2:17-18 വരെ. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. I think Nehemiah is a beautiful example of leadership. He envisions them. This is the problem. See what it is. Let's come together and build. നെഹമ്യ ഒരു നല്ല നേതാവാകുന്നു. അവരെ പ്രബോധനപ്പെടുത്തി നമ്മൾക്ക് ഒരുമിച്ച് പണിയാം എന്ന് വിശ്വാസം കൊടുത്ത് പ്രബോധിപ്പിക്കുകയാണ്. If we are in the land, a land should not look like this. നമ്മളൊരു ദേശത്താണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കരുത് നമ്മളായിരിക്കുന്ന ദേശം. Our land should be a land where the glory of God is seen. ദൈവത്തിൻ്റെ മഹത്വം കാണപ്പെടുന്ന ഒരു ദേശമായിരിക്കണം നമ്മൾ നിൽക്കുന്ന ഈ ദേശം. So the Lord is asking us, will you arise and build? നമ്മളോട് ദൈവം ചോദിക്കുന്നത്, നിങ്ങൾ എഴുന്നേറ്റ് പണിയുമോ എന്നുള്ളതാകുന്നു. Will you make disciples? നിങ്ങൾ ശിഷ്യരെ ഉണ്ടാക്കുമോ? And send them into the nations? അവരെ ദേശത്തിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കുമോ? Will you put the burden of the Lord and make it your burden? കർത്താവിൻ്റെ ആ ഒരു ഭാരം നിങ്ങളുടെ ഉള്ളിലോട്ട് എടുത്ത് അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമോ? So the people along with Nehemiah decided, yes, we will help the leader and we will stand together and build. നെഹമ്യാവിൻ്റെ കൂടെയുള്ള ആൾക്കാർ നെഹമ്യാവിൻ്റെ കൂടെയുള്ള ആൾക്കാർ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ നേതാവിൻ്റെ കൂടെ നിന്ന് നമ്മളിത് പണിയുമെന്നുള്ളത്. See, when we arise and build, the enemy is not going to sit quiet. നമ്മൾ എഴുന്നേറ്റ് പണിയുവാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം ശത്രു അവിടെ മിണ്ടാതിരിക്കുവാൻ തുനിയുന്നില്ല. When we don't build, everything will be quiet. നമ്മൾ പണിയുന്നില്ല എങ്കിൽ വളരെ ശാന്തമായിരിക്കും എല്ലാം. When we just come to church every Sunday, pray and go and don't do anything else, the enemy is okay with it. നമ്മൾ എല്ലാ ആഴ്ചയും സഭയിൽ വന്ന് പ്രാർത്ഥിച്ച് വെറുതെ മടങ്ങി പോവുകയാണെങ്കിൽ ശത്രുവിന് വളരെ സന്തോഷമായിരിക്കും, ഒന്നും ചെയ്യുകയില്ല. But when we decide we want to make a change, we want to build together, the enemy becomes active. പക്ഷെ നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും, നമ്മൾ ഒരുമിച്ച് പണിയും എന്ന് പറയുമ്പോൾ ശത്രു വെറുതെ ഇരിക്കുകയില്ല. So here we see they started building, but they have opposition. ഇവിടെ നമ്മൾ കാണുന്നത് അവർ പണിയുവാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് എതിർപ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാകുന്നു. Sanballat the Horonite and Tobias the Ammonite taunted them. ഹൊരാന്യനായ സൻബല്ലത്തും അമോന്യനായ തോബിയാവും അവരെ പരിഹസിച്ചു. See, when Babylon took over Jerusalem, so many of the people were taken exile. There was a remnant of people in Jerusalem, but along with them, people of the neighboring places started living in Jerusalem. അപ്പോൾ ബാബിലോണിയർ യെരുശലേമിലെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ശേഷിച്ച ഒരു ജനമുണ്ടായിരുന്നു യെരുശലേമിൽ. അവരുടെ കൂടെ അയൽദേശത്തുള്ള ചില ആൾക്കാരോട് ചേർന്ന് താമസിക്കുവാൻ തുടങ്ങി. And so it was not their land. They didn't want it to prosper. അവരുടെ ദേശമല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇസ്രായേലിനെ കുറിച്ച് വലിയൊരു ഭാരമൊന്നുമില്ലായിരുന്നു. So they were angry when Nehemiah came to make some change there. അപ്പോൾ നെഹമ്യാ വന്ന് ഇവിടെ ഒരു വ്യത്യാസം കൊണ്ടുവരുവാൻ വരുന്നു എന്ന് കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു തുടങ്ങി. But in spite of that, the group of people came together and they started building. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെയുള്ള ജനങ്ങളെല്ലാം ഒരുമിച്ച് വന്ന് അവിടെ പണിയുവാൻ തുടങ്ങി. Chapter 3 is a list of all the families who helped. Chapter 3.
മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും ഒരുമിച്ച് വന്ന് ഈ ഒരു മതിൽ പണിയുന്നു എന്നുള്ളത്. Each family built a section of the wall. ഓരോ കുടുംബവും ഈ ഒരു മതിലിന്റെ ഓരോ ഭാഗമായി പണിയാൻ തുടങ്ങി. The priests started the work. പുരോഹിതന്മാരാകുന്നു ഈ ഒരു വേല ചെയ്യുവാൻ തുടങ്ങിയത്. But there were also goldsmiths, perfumers, every type of people who didn't even know how to build. അതുപോലെ തന്നെ ഈ തൈലക്കാരും അതുപോലെ സ്വർണ്ണപ്പണിക്കാരും അങ്ങനെ ജീവിതത്തിലെ പല മേഖലകളുള്ളവർ കൂടി ചേർന്നാകുന്നു ഈ പണി ആരംഭിച്ചത്. And they all decided, let's do it together. അവർ തീരുമാനിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യുവാൻ തുടങ്ങാം എന്നുള്ളത്. So church, I encourage you, let's build together. ദൈവസഭയെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നമുക്ക് ഒരുമിച്ച് പണിയാൻ തുടങ്ങാം എന്നുള്ളതാണ്. Can I have a response? എനിക്കൊരു പ്രതികരണം ലഭിക്കണം. Every child of God is called to build. ഓരോ ദൈവ പൈതലും പണിയുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു. You are called to build yourself. നമ്മളെ തന്നെ പണിയുവാൻ നമ്മൾ You are വിളിക്കപ്പെട്ടിരിക്കുന്നു. called to build your family. നമ്മുടെ കുടുംബത്തെ പണിയുവാൻ നമ്മൾ You വിളിക്കപ്പെട്ടിരിക്കുന്നു. are called to build in your workplace. നമ്മൾ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ പണിയുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. You are called to build the city. ഈ പട്ടണങ്ങളിൽ നമ്മളെ പണിയുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. You are called to build the nation. ദേശങ്ങളിൽ നമ്മളെ പണിയുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. We are so deceived to think that just by praying the problems will be solved. We need to close the breaches in the walls. പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നുള്ള ചിന്തയാൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ മതിലുകളുടെ വിടവുകൾ നമ്മൾ പണിയേണ്ടിയിരിക്കുന്നു. So we have to take care and build wisely like Nehemiah did. നെഹമ്യാവ് ചെയ്ത പോലെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം പണിയാൻ തുടങ്ങേണ്ടതാകുന്നു. So Nehemiah was not discouraged by all this opposition. They just continued to build. ഈ എതിർപ്പുകളെ ഒന്നും നെഹമ്യാവ് വകവെച്ചില്ല. അവർ പണി തുടങ്ങിക്കൊണ്ടേയിരുന്നു. Nehemiah 4:6 says, "So we built the wall, and the entire wall was joined together to half its height, for the people had a mind to work." നെഹമ്യാവ് 4:6 അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർത്തു. So they finished half the work. അപ്പോൾ അവർ പാതി വരെ ജോലി തീർത്ത് But കഴിഞ്ഞിരിക്കുന്നു. the enemies didn't stop. They started giving more missiles. പക്ഷേ ശത്രു നിർത്തിയില്ല. വീണ്ടും വീണ്ടും എതിർപ്പുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. And seeing their attacks, Nehemiah responds by praying to God. അവരുടെ എതിർപ്പുകൾക്ക് നെഹമ്യാവ് പ്രതികരിച്ചത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. And they put guards day and night. അവർ പകലും രാത്രിയും കാവൽക്കാരെ ഈ പണിയുന്ന സ്ഥലത്ത് ഏർപ്പാടാക്കി. You know, the enemy is active day and night. നിങ്ങൾക്കറിയാമോ, ശത്രു രാത്രിയും പകലും അവൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. So we need to be conscious day and night and to pray and to stand the gap and be alert always. അപ്പോൾ നമ്മൾ അവൻ്റെ തന്ത്രം മനസ്സിലാക്കി നമ്മളും രാവും പകലും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. So it was not an easy job because there was so much rubble there. Just such a mess. Everywhere there was rubble. They have to clear the rubble and then only start building. അത് പണിയാൻ തുടങ്ങിയപ്പോൾ അത് വളരെ എളുപ്പമുള്ള പണിയായിരുന്നില്ല. കാരണം അനേകമായ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ ആദ്യം ആ അവശിഷ്ടങ്ങൾ മാറ്റിയിട്ട് വേണമായിരുന്നു പുതിയതായിട്ട് പണിയാൻ തുടങ്ങുവാൻ. And none of them are used to this hard labor. അപ്പം അവിടെ ഉള്ളവർ ആരും ഇത്രയും കഠിനമായ ജോലിയിൽ മുമ്പ് ഏർപ്പെട്ടിട്ടില്ലായിരുന്നു. And in the midst of that there were threats അതിൻ്റെ ഇടയിലാണ് പലതരത്തിലുള്ള ഭീഷണികൾക്ക് that they will attack. അവർ ആക്രമിക്കപ്പെടുമെന്നുള്ള ഭീഷണികൾ അവർ നേരിടേണ്ടി വന്നു. And there were some people in Jerusalem who were not building. They came to them 10 times to say the enemies will attack you. ഈ യെരുശലേമിൽ തന്നെ ഈ പണിയുവാൻ കൂടാത്ത ഒരു ജനമുണ്ടായിരുന്നു. അവർ 10 പ്രാവശ്യമാണ് ഈ പണിയുന്നവരോട് വന്ന് പറഞ്ഞത് നിങ്ങളെ ഇപ്പോൾ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളത്. If the enemy complains, will you give up? ശത്രു കംപ്ലൈന്റുമായിട്ട് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ വേല പൂർത്തിയാക്കാതെ മാറി നിൽക്കുമോ? If the enemy attacks you 10 times, will you give up? നിങ്ങളെ 10 തവണ ശത്രു ആക്രമിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വേല മതിയാക്കി പോകുമോ? If he gave up at that time, there would be only half a wall. അവർ ആ സമയത്ത് വേല നിർത്തി, ഈ പേടി കാരണം വേല നിർത്തിയിരുന്നെങ്കിൽ ആ മതിൽ പകുതി തന്നെ ആകുമായിരുന്നുള്ളൂ. And verse 14 it says, "When I saw their fear, I stood and said to the nobles, the officials, and the rest of the people, do not be afraid of them. Remember the Lord who is great and awesome. And fight for your brothers, your sons, your daughters, your wives, and your houses." 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവിനെന്ന് പറഞ്ഞു. Who are you building the wall for?
നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മതിലുകൾ പണിയുന്നത്? It is for your family. നിങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടിയിട്ടാകുന്നു. Some people say we are alone in the faith. ചില ആൾക്കാർ പറയും ഞങ്ങൾ വിശ്വാസത്തിൽ ഒറ്റയ്ക്കാകുന്നു എന്നുള്ളത്. But I'm telling you, one person is enough to stand for the rest. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു വ്യക്തി മതി മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ. You see that when they stand, that the rest of the family comes within the following years. അപ്പോൾ നമ്മൾക്ക് പിന്നീട് മനസ്സിലാവും, ഒരാൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ബാക്കിയുള്ള രക്ഷിക്കപ്പെടാത്ത ഭവന അംഗങ്ങൾ കൂടി അവരോടൊപ്പം ചേരുന്നതായിട്ട് നമുക്ക് കാണാം. Where is the attack in your wall? Just let's take a minute to just pray and ask the Lord. There must be breaches in your walls. നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ മതിലിൽ എവിടെയാണ് ഇടിവുള്ളത്? Hallelujah. കർത്താവെ, ഞങ്ങളെ കാണിക്കണം കർത്താവെ ഈ സമയത്ത്. ഒരു കഷി കതറാബ് ഒരു കഷീറ ബറ കഷീറ ബറ കഷീറ ബാബാ 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 ഒരു കഷീറ ബറ. ചില റിലേഷൻഷിപ്സ് ആയിരിക്കും പ്രശ്നം. ചില ഫാമിലിയിൽ ലോർഡ് there is a lack of peace. ഒരു സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. കർത്താവെ ഇപ്പം തന്നെ കാണിച്ചു കൊടുക്കണം. ആ ബ്രീച്ചസ് എവിടെയാണ്? ആ ബ്രേക്സ് ഇൻ ദ വാൾ. കാരണം ശത്രുവിന് അതിൽ കൂടെ കയറാം. വി ഡു നോട്ട് അലൗ ഇറ്റ്. ഇന്നത്തെ ദിവസം വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ആ ബ്രീച്ചസ് ഞങ്ങളെ കാണിച്ചിട്ട് അത് കർത്താവ് അത് ശരിക്കും അത് സീൽ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ സഭ. ഹല്ലേലൂയ. റഖശീറ ബറഖശീറ ബാബാ ബാബാ. ആസ്ക് ദി ലോർഡ്. കർത്താവിനോട് ചോദിച്ചാട്ടെ, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഈ ഗ്യാപ്പ് വന്നേക്കുന്നത്? ഹല്ലേലൂയ. എൻ്റെ ഒരു ഇസ് ഇറ്റ് മൈ ആങ്കർ? എൻ്റെ ദേഷ്യമാണോ? ചില സമയത്ത് എനിക്ക് എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് കർത്താവ് ഇന്ന് തന്നെ അത് റിവീൽ ഇറ്റ് ടു മീ ആൻഡ് ഹെൽപ്പ് മീ. അത് ഡീൽ ചെയ്യാൻ എന്നെ സഹായിക്കണം. ഹല്ലേലൂയ. ശുബരി ഖദീർ ബറകശീറാരി ഖശീറാരാ. Is it my relationship with my spouse? എൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻഷിപ്പ് ആണോ എൻ്റെ മതിലിൽ വിള്ളൽ വീഴാൻ കാരണം? Your enemy is not your spouse is not your enemy. നമ്മുടെ ജീവിത പങ്കാളി അല്ല നമ്മുടെ ശത്രു. Your parents are not your enemy. നമ്മുടെ മാതാപിതാക്കളല്ല നമ്മുടെ ശത്രു. Your children are not your enemies. നമ്മുടെ കുഞ്ഞുങ്ങളല്ല നമ്മുടെ ശത്രുക്കൾ. But there is a breach in the wall. പക്ഷേ അവിടെ മതിലിൽ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നു. And Lord, right today, I pray, Father Lord, that breach will be sealed. Just ask the Lord. If the Lord has showed you something, ask him to come into that. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതിലുകളിൽ എവിടെയെങ്കിലും വിള്ളൽ, ഏതെങ്കിലും ഈ പറഞ്ഞ മേഖലയിലാണ് വിള്ളലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവ് വന്ന് ആ വിള്ളലുകൾ അടയ്ക്കും. Oh, pray to the Lord and ask the Lord to help you in that area. കർത്താവിനോട് പ്രാർത്ഥിച്ച് ആ വിള്ളൽ വീണ മേഖലയിൽ കർത്താവ് സഹായിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ ഇപ്പോൾ തന്നെ. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് കർത്താവിലായിരിക്കത്തില്ല. ഐ ജസ്റ്റ് പ്രേ റൈറ്റ് നൗ, ഈ സമയത്ത് കർത്താവ് ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. ഇപ്പം തന്നെ ഞങ്ങൾ സഭയായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഫോർ ഓൾ ദ ചിൽഡ്രൻ ഹു ആർ അവേ ഫ്രം യു. ഇപ്പം അവരെ തിരിച്ചു കൊണ്ടുവരാൻ. ഹല്ലേലൂയ. അവിടെ ആയിരിക്കും ശത്രു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന. ഇന്ന് ഈ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം ഹല്ലേലൂയ ആ ഒരു ഏരിയയിൽ ബ്രേക്ക് ത്രൂ വരുന്നു. ഹല്ലേലൂയ. ഞാൻ കാണുന്നു ബ്രീച്ചസ് ഇൻ ഫിനാൻസസ്, സാമ്പത്തികമായിട്ടുള്ള ബ്രീച്ചസ് റൈറ്റ് നൗ. ഇപ്പം തന്നെ കർത്താവ് ആ ഒരു ബ്രീച്ച് ഒന്ന് കർത്താവ് സീൽ ഇറ്റ് ലോർഡ്. ആ ചോർച്ച, പൈസ അങ്ങ് കിട്ടുന്നു പക്ഷെ അതങ്ങ് ചോർന്നു പോകുന്നു. ഇപ്പം തന്നെ ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ അത് കർത്താവ് തന്നെ ആ ബ്രീച്ച് അങ്ങ് there may be a reason for that. അതിനൊരു കാരണം കാണും, കർത്താവ് കാണിക്കും. ഹല്ലേലൂയ. ഒരു കശീറ ബറകദീറാറാറാറാ. ഹല്ലേലൂയ. ലോർഡ് വി പ്രൈസ് യു. ഞങ്ങൾ ഒരുമിച്ച് ബിൽഡ് ചെയ്യും. ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ ബിൽഡ് ചെയ്യും. ഞങ്ങൾ പണിയും. കർത്താവ് ഞങ്ങൾക്ക് പണിയാനുള്ള കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ സഭയിൽ ഗോഡ്ലി ഫാമിലീസ്, മറ്റുള്ളവർ നോക്കുമ്പം ഗോഡ്ലി ഫാമിലീസിനെ തന്നെ കാണും. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. ഓ യേശുവേ. ഹല്ലേലൂയ. യു ആർ ലോർഡ്. കർത്തൻ നീ. ഹല്ലേലൂയ. ഓവർ our lives, over us Lord. ഹല്ലേലൂയ. നന്ദി പിതാവേ. Thank you Lord. In Jesus name I pray. Amen. See, we took some time to pray that the breaches will be broken.
നമ്മളിപ്പോൾ കുറച്ച് സമയം എടുത്ത് പ്രാർത്ഥിച്ചു നമ്മുടെ മതിലുകളുടെ വിടവുകളെല്ലാം അത് സീൽഡ് ആവാൻ വേണ്ടിയിട്ട്. You know, often the Lord calls me at around 2:30 or 3. പലപ്പോഴും മിക്കപ്പോഴും എന്നെ കർത്താവ് രാവിലെ 3:30-2:30 വിളിക്കാറുണ്ട്. Often, sometimes. ചില സമയങ്ങളിൽ. And I know it's because I have some problem. അപ്പോൾ എനിക്ക് മനസ്സിലാവും എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് കർത്താവിനെ വിളിച്ചുണർത്തുന്നത്. So I just go into the next room and I start worshiping. ഞാനപ്പോൾ അടുത്ത റൂമിലോട്ട് പോയി ഞാൻ ആരാധിക്കുവാൻ തുടങ്ങും. And the Lord shows me where I've gone wrong. ഞാൻ എവിടെ എനിക്ക് തെറ്റുപറ്റി എന്നുള്ളത് കർത്താവിനെ കാണിച്ചു തരാം. I ask for forgiveness and I go back to sleep. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഞാൻ തിരിച്ചു പോകും. But till that breach is not sealed, I struggle. ആ വിടവുകൾ അടയ്ക്കപ്പെടുന്നത് വരെ ഞാൻ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. Walking with the Lord, I have allowed myself to be sensitive to that. ഞാൻ കർത്താവിൻ്റെ ആ ശബ്ദത്തിന് വേണ്ടി കാതോർക്ക് അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഈ എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട്. So if I'm woken up, I don't take it lightly. I just go, I know there is something. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ ഉറക്കത്തിൽ എന്നെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. ഞാൻ ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും. You know, it's such a joy when you seal those breaches. നമുക്ക് എത്രയധികം ആനന്ദകരമായിട്ടുള്ള കാര്യമാണെന്ന് അറിയുവാമോ ആ വിടവുകൾ അടയ്ക്കപ്പെടുന്നത്. You can serve the Lord with boldness. നമുക്ക് ധൈര്യമായിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യാം. So the Lord will show you. He's not going to show me about your breaches, or he may at sometimes, but he'll show you. Be sensitive and ask the Lord, and be honest enough with yourself to say, I'm wrong, and seal the breach. കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് അവരവരുടെ പാപങ്ങൾ അവരവരെ തന്നെ കാണിക്കും. അതുപോലെ തന്നെ സത്യസന്ധമായി അത് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ആ വിടവുകൾ അടയ്ക്കുവാനുള്ളൊരു സത്യസന്ധത നമ്മളിൽ നിന്നുണ്ടാവണം. Because if you do that, it will be for the good of your children and your grandchildren. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ മക്കൾക്കും നമ്മളുടെ മക്കളുടെ മക്കൾക്കുമായിരിക്കും അതിൻ്റെ നന്മ അനുഭവിക്കാൻ പോകുന്നത്. So let's seal those breaches. അങ്ങനെ നമുക്ക് ആ വിടവുകൾ അടയ്ക്കാം. So here we go back to the story of Nehemiah, how he encourages the people to keep at it. അപ്പോൾ ഈ വേലയിൽ തന്നെ മുഴുകിയിരിക്കുവാൻ എങ്ങനെ നെഹമ്യാവ് ഈ ജനത്തെ പ്രബോധിപ്പിക്കുന്നു എന്നതിലേക്ക് നമുക്ക് മടങ്ങി വരാം. Now Sanballat tries a new tactic. സൻബല്ലത്ത് പുതിയൊരു അടവെടുക്കുകയാണ്. He is going to attack the leader directly. ആ നേതാവിനെ തന്നെ നേരിട്ട് ആക്രമിക്കുവാൻ അവൻ തുനിയുകയാണ്. Till then he is attacking the people or the whole group, but now he's being very specific to attack the leader. ഇത്രയും നേരം ആ പണിതുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ മൊത്തമായിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരിട്ട് ആ നേതാവിനെ തന്നെ ആ തന്ത്രപൂർവ്വം കൊടുക്കാൻ നോക്കുകയാണ്. 4 times he invites Nehemiah for a meeting. 4 തവണ നെഹമ്യാവിനെ ഒരു യോഗം ചേരുവാനായിട്ട് സൻബല്ലത്ത് ക്ഷണിക്കുകയാണ്. But Nehemiah refuses. നെഹമ്യാവ് 4 തവണയും നിരസിച്ചു. Knowing that he's up to something wrong. അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് ദോഷകരമായ ഒരു കാര്യത്തിന് പദ്ധതി ഇടുകയാണ് എന്ന് നെഹമ്യാവിന് മനസ്സിലായതുകൊണ്ട് നിരസിച്ചു. Then they write an open letter that Nehemiah is rebelling against the king. അത് കഴിഞ്ഞിട്ട് അവർ 5ാം പ്രാവശ്യം ഒരു എഴുതുകയാണ് നെഹമ്യാവ് രാജാവിനെതിരെ മത്സരിക്കുന്നു എന്നുള്ളത്. And their final attempt is they ask a prophet Shemaiah to lure Nehemiah into the temple and trap him. അവസാനമായി അവരൊരു പ്രവാചകന്റെ പേര് ഷെമയ്യ എന്നായിരുന്നു. ആ ഷെമയ്യയെ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് തന്ത്രപൂർവ്വം നെഹമ്യാവെ കൊണ്ടുവരിക എന്നുള്ളത്. See, the enemy is so shrewd. എനിമി വളരെ തന്ത്രശാലിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? He's not luring Nehemiah into a bad place, but into the temple. നെഹമ്യാവെ ഒരു മോശമായ സ്ഥലത്തേക്കല്ല തന്ത്രപൂർവ്വം കൊണ്ടുവരുന്നത്, പക്ഷേ വിശുദ്ധ മന്ദിരത്തിലേക്ക് തന്നെയാവുന്നു. So let's see what Nehemiah says in chapter 6 verses 11 to 13. But I said, should a man like me flee? And who is there like me who would go into the temple to save his own life? I will not go in. Then I realized that God certainly had not sent him, but he uttered his prophecy against me because Tobiah and Sanballat had hired him. He was hired for this reason, that I would become frightened and act accordingly and sin, so that they might have an evil report in order that they could taunt me. നെഹമ്യാവ് 6:11 തൊട്ട് 13 വരെ. അതിന് ഞാൻ, എന്നെപ്പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞു.
ദൈവം അവനെ അയച്ചിട്ടില്ല. തോബിയാവും സൻബല്ലത്തും അവന് കൂലി കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവൻ എനിക്ക് വിരോധമായി ആ പ്രവചനം പറഞ്ഞതേയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിന്, എന്നെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടേണ്ടതിനും അവർ അവന് കൂലി കൊടുത്തിരിക്കുന്നു. So Nehemiah is saying that if I behaved fearfully, that would be a sin against God. അപ്പോൾ നെഹമ്യാവ് പറയാണ്, ഞാൻ ഭയപ്പെട്ടാൽ അത് ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യുക തന്നെയാണെന്ന്. We tolerate fear. നമ്മൾ പലപ്പോഴും ഭയത്തിൽ അടിമപ്പെടുന്നു. We tolerate നമ്മൾ fear. സഹിക്കുന്നു ഭയത്തെ. We think it's okay to walk in fear. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ ഈ ഭയത്തിൽ നടക്കുന്നത് വളരെ സാധാരണമായ ഒരു കാര്യമാകുന്നു But എന്ന്. walking in fear is a sin to God. പക്ഷേ ഭയത്തിൽ നടക്കുന്നത് ദൈവത്തിനെതിരെ പാപം ചെയ്യുക തന്നെയാണ്. It's not that we won't be afraid. When we are afraid, just cling on to God and just do what you have to do. നമ്മൾ ഭയത്തിൽ അകപ്പെടുകയില്ല എന്നുള്ളതിനല്ല അർത്ഥം. പക്ഷെ ഭയപ്പെടുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ നടക്കുക. So he didn't go into the temple. For one thing is because it would show that he is fearful. And secondly, only the priests were allowed to go into the temple like that. ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് തന്ത്രപൂർവ്വം കുടുക്കാൻ ശ്രമിച്ചത് ഒന്ന് ഈ നെഹമ്യാവിന് ഭയമുണ്ട് എന്ന് കാണിക്കാം. രണ്ടാമത് വിശുദ്ധ മന്ദിരത്തിലേക്ക് അന്ന് പുരോഹിതന്മാർക്കല്ലാതെ വേറെ ആർക്കും പ്രവേശനമില്ലായിരുന്നു. When we're building the wall, we need discernment. നമ്മൾ ഈ മതിലുകൾ പണിയുമ്പോൾ നമ്മൾക്ക് വിവേചനം വേണം. Would God give each of you discernment if you asked? കർത്താവ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും വിവേചനം തരുമോ? You know, it's not enough for the leaders of the church to have discernment of what God is doing. I think everyone should know when God is moving, what he is doing. So it's so important that we all discern the times. സഭയിലുള്ള നേതാക്കന്മാർക്കും പാസ്റ്റർമാർക്കും മാത്രമല്ല ഈ വിവേചനം വേണ്ട, നമ്മൾ ഓരോരുത്തർക്കും വേണം. കർത്താവ് എങ്ങനെ ചലിക്കുന്നു, എപ്പോൾ ചലിക്കുന്നു, നമ്മുടെ സീസൺ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള വിവേചനം നമുക്ക് വേണം. So in all these attacks, Nehemiah said, we're going to build. ഈ ആക്രമണത്തിന്റെ എല്ലാം നടുവിലും നെഹമ്യാവ് പറയുന്നത് നമ്മളിത് പണിയും എന്നുള്ളതാണ്. We're going to build day and night. We're going to use weapons and we're going to be watchful. നമ്മൾ രാവും പകലും പണിതുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ആക്രമണത്തിനെതിരായി നമ്മൾ വെപ്പണുകൾ ഉപയോഗിക്കും. അതുപോലെ നമ്മൾ വിശ്വാസത്തോടെ പണിതുകൊണ്ടേയിരിക്കും. With one hand they carried the loads, with the other hand they had the weapons. ഒരു കൈ വെച്ച് അവർ പണിയുകയും മറുകൈയിൽ അവർ ആക്രമണത്തിനെതിരെയുള്ള ആയുധം എന്തിയാണ് പണിതത്. They didn't change their clothes for all those days. ആ ദിവസങ്ങളിലൊന്നും അവരവരുടെ വസ്ത്രം മാറിയില്ല. That is the cost they paid to build the wall. അതാണ് അവർ വില കൊടുക്കേണ്ടി വന്നത് ഈ മതിൽ പണിയുവാനായിട്ട്. And in chapter 6 verse 15 we see how they completed. So the wall was completed on the 25th of the month Elul in 52 days, when all our enemies heard about it and all the nations surrounding us saw it. They lost their confidence, for they realized that this work had been accomplished with the help of God. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ തങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു. When we build this wall for the Lord, people will say it is only God. നമ്മൾ ദൈവത്തിനു വേണ്ടി മതിൽ പണിയുവാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ള മനുഷ്യർ പറയും ഇത് ദൈവത്താൽ സാധിച്ചു എന്നുള്ളത്. Because it will be a surprise, it will be something way beyond their imagination. അത് അവർക്ക് ഗ്രഹിക്കുവാൻ ആകുന്നതിനപ്പുറമാകുന്നതുകൊണ്ട് അവരത് ആശ്ചര്യപ്പെടും. Just like this ancient city needed protection from the enemies, we need to build our walls. ഈ പുരാതനമായ ഈ പട്ടണങ്ങൾക്കെല്ലാം കാവലിനായിട്ട് ഈ മതിലുള്ളതുപോലെ നമ്മൾക്കും ഓരോരുത്തർക്കും ഈ മതിലിന്റെ ആവശ്യമുണ്ട്. So what are some of the things we need to focus to prevent these breaches and fix them? നമ്മളുടെ മതിലുകളിൽ പിളർപ്പ് ഉണ്ടാകാതിരിക്കേണ്ടതിനും അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഫിക്സ് ചെയ്യാനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? First of all, we need to be aware of where the breaches are. That's what I shared with you earlier. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മതിലുകളിലുള്ള നമ്മുടെ മതിലുകളുടെ സ്ഥിതിയും പിളർപ്പുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. Proverbs chapter 25 verse 28 says, like a city that is broken into and without walls, so is a person who has no self-control over his spirit. സദൃശവാക്യം 25:8 ഇങ്ങനെ വായിക്കുന്നു. 25:28 ഇങ്ങനെ വായിക്കുന്നു, ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. See, if you are reacting to every situation without self-control, that is a breach. നമ്മൾ ആത്മനിയന്ത്രണമില്ലാതെ എല്ലാ കാര്യത്തിലും നമ്മൾ റിയാക്ട് ചെയ്യുകയാണ്, പ്രതികരിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഒരു വിള്ളലുണ്ട്. Responding with anger, irritation, with wrong words,
that is a breach. നമ്മളൊരു സാഹചര്യത്തെ നമ്മൾ ദേഷ്യം കൊണ്ടും വേണ്ടാത്ത വാക്കുകൾ കൊണ്ടും അസ്വസ്ഥത കൊണ്ടും ഒക്കെ നമ്മൾ നേരിടുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾക്കൊരു വിള്ളലുണ്ട് എന്നുള്ളതാണ്. The only control that is biblical is self-control. വേദപുസ്തകപരമായ ഒരു നിയന്ത്രണമേ ഉള്ളൂ, അത് ആത്മനിയന്ത്രണമാകുന്നു. We are not to control others. നമ്മൾ മറ്റുള്ളവരെ നിയന്ത്രിക്കേണ്ടവരല്ല. We think in our relationships, let's control, they have to change, they have to do this, they have to become better. പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നത് മറ്റുള്ളവർ നന്നാവട്ടെ, മറ്റുള്ളവരെ നമ്മൾ നിയന്ത്രിക്കണം എന്നുള്ളതാകുന്നു. But the Lord is always looking at how you respond in that situation. ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാകുന്നു കർത്താവ് നോക്കുന്നത്. And so as children of God, let us make that decision. If we want to build this wall, we should walk in self-control. നമ്മൾ ദൈവ പൈതലായിരിക്കെ നമ്മൾ തന്നെ ഓരോ തീരുമാനം എടുക്കാം. നമ്മൾ ഈ മതിൽ പണിയണമെങ്കിൽ നമ്മൾ ആത്മസംയമനം ഉള്ളവരായിരിക്കണം എന്നുള്ളത്. You know, we can hide a lot of things now, but we're going to be judged. നമ്മൾക്ക് പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾക്ക് ഒളിച്ചു വെക്കാൻ നമ്മുടെ ഹൃദയത്തിൽ, പക്ഷെ നമ്മൾ ന്യായവിധി ദിവസത്തെ നേരിടേണ്ടവരാകുന്നു. I am fearful of what it will be like if I don't settle things here. ഇവിടെ പല കാര്യങ്ങളും നേരിട്ടില്ലെങ്കിൽ, ദൈവമായിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാകുന്നു ന്യായവിധി ദിവസത്തിൽ നിന്ന് ഓർത്ത് ഞാൻ ഇപ്പോഴേ ഭയപ്പെടും. So deal with those breaches here. അപ്പോൾ ഈ വിള്ളലുകളെ ഇവിടെ തന്നെ നേരിടണം. Secondly, we need to fill ourselves with the word of God. രണ്ടാമതായി നമ്മൾ ദൈവവചനത്താൽ നമ്മളെ തന്നെ നിറയ്ക്കണം. Nehemiah understood that the word was so important, and so his prayer was based on that word that God would restore. നെഹമ്യാവിന് മനസ്സിലായി എങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവവചനത്തിൽ നിന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അതിൽ നിന്നാണ് അദ്ദേഹം യഥാസ്ഥാനത്തെപ്പെടുത്തിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. In this very, very changing, ever changing world, the only constant thing is the word of God. ഈ എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ മാറ്റപ്പെടാത്ത ഒന്നേ ഉള്ളൂ, മാറാത്ത ഒന്നേ ഉള്ളൂ, അത് ദൈവവചനമാണ്. And so we need to be rooted in God's word. അങ്ങനെ നമ്മൾ ദൈവവചനത്തിൽ വേരുള്ളവരായി ജീവിക്കണം. So after completing building of the walls, the first thing they did is they got Ezra to come, and the whole assembly came there and they read the word for 1/4 of a day. അപ്പോൾ ഈ മതിൽ പണിത് കഴിഞ്ഞവർ ആദ്യം ചെയ്തത് എസ്രാ പുരോഹിതനെ കൂട്ടിക്കൊണ്ട് വന്ന് എല്ലാ ഈ കൂട്ടത്തിലെ മുമ്പിൽ നിന്ന് അവർ ഒരു ദിവസം പകുതിയോളം അവർ രാവിലെ തൊട്ട് ഉച്ച വരേക്കും ഈ ദൈവവചനം വായിച്ചു കൊടുത്തു ഈ ദൈവജനത്തിന്. Hearing the word, the people repented and they decided to live a better life. ദൈവവചനം വായിച്ച് കേട്ടപ്പോൾ, അത് മനസ്സിലാക്കിയപ്പോൾ ഈ ജനം അവർ പശ്ചാത്താപിക്കുവാൻ തുടങ്ങി. And the people made a covenant with God that they will live by the word. അവർ ദൈവവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കി, ഇനി മുതൽ ഞങ്ങൾ ന്യായപ്രമാണത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കുമെന്നുള്ളത്. So Nehemiah is not just about building a wall, it's about a change of life. നെഹമ്യാവ് ഒരു മതിൽ പണിയുക മാത്രമല്ല ചെയ്തത്, ഇത് കഥയിലൂടെ ഒരു ജീവിതത്തിലെ ഒരു രൂപാന്തരത്തിനെ കുറിച്ചും കൂടാണ് പറയുന്നത്. A life of prayer and worship. ഒരു കർത്താവിൽ പ്രാർത്ഥിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം. As I shared earlier, as we spend time with the Lord, He will show us the cracks in our walls. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കർത്താവുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിള്ളലുകളെ കുറിച്ച് കർത്താവ് നമ്മൾ കാണിച്ചു തരും. Evenings we have the revival nights here from 7 to 9. It is a beautiful time in the presence of God. ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെയുള്ള റിവൈവൽ നൈറ്റ്സ് 7 തൊട്ട് 9 വരെയുള്ള ഉണർവിന്റെ പ്രാർത്ഥന, അത് ദൈവവുമായിട്ടുള്ള മനോഹരമായ ഒരു സമയമാണ്. It's a time when God speaks to each one of us. ആ സമയത്ത് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നു. Where will you get that privilege, a place where you can just pray without any disturbance? എവിടെയാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവുക, ഒരു ബുദ്ധിമുട്ടും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ പ്രാർത്ഥിക്കുവാനുള്ളൊരു ഇടം? I encourage each one of you to take one day at least, evening 7 to 9, just come here and sit in the presence of God. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുന്നു, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ 7 തൊട്ട് 9 മണി വരെയുള്ള സമയം പ്രയോജനപ്പെടുത്തി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. The fourth thing is the fear of the Lord. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവഭയമാകുന്നു. Nehemiah led the people with integrity, for he feared God. നെഹമ്യാവ് ദൈവഭയമുള്ളവനാകൊണ്ട് ജനത്തെ സത്യസന്ധതയോടെ നയിച്ചു. He was the governor there. അവിടുത്തെ ഒരു ഗവർണർ ആയിരുന്നു. But he didn't use all that extra, all the perks that the governor has. He was very mindful that God had given him that position. ആ ഗവർണറാണ് എന്നുള്ള ഒരു അധികാര പരിധിയിൽ നിന്നോ ആ ശക്തി ഉപയോഗിച്ചോ അല്ല നെഹമ്യാവ് ജനത്തെ നയിച്ചത്. നെഹമ്യാവിന് ഉറപ്പുണ്ടായിരുന്നു ദൈവമാകുന്നു, ദൈവത്തിന്റെ ദാസനാകുന്നു എന്നുള്ളത്. How many of you love God? Can I see hands? ദൈവത്തെ സ്നേഹിക്കുന്നവരെ ഒന്ന്. Yeah? How many of you love God? You've got those hands up. How many of you fear God? നിങ്ങളിൽ എത്ര പേർ ദൈവത്തെ ഭയപ്പെടുന്നു? Is that quick? Because love and fear is not the same. Fear means that reverence. You can love God but not fear Him.
സ്നേഹിക്കുക ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാകും. നമ്മൾക്ക് ദൈവത്തെ സ്നേഹിക്കാം, പക്ഷേ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടു കൂടെ സ്നേഹിക്കുക എന്നുള്ളതാകും. The fear of the Lord will keep you on track. നമ്മൾക്ക് ദൈവഭയമുള്ളത് നമ്മളെ ദൈവത്തിന്റെ ആ വഴിയിൽ തന്നെ നമ്മളെ നിർത്തും. Young people, I encourage you, not only love God, fear Him. ഞാൻ യൗവനക്കാരോട് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ദൈവത്തെ ഭയക്കുകയും വേണം. Fear means reverence, knowing that He is seeing everything you do. ഭയം എന്ന് പറഞ്ഞാൽ അത് ബഹുമാനത്തോടുകൂടിയുള്ള ഒരു ഭയമാകുന്നു. നമ്മൾ അറിഞ്ഞിരിക്കണം കർത്താവ് നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. Proverbs 29:25 says, "The fear of man brings a snare, but one who trusts in the Lord will be protected." സദൃശവാക്യം 29:25 വായിക്കുന്നു, മനുഷ്യഭയം ഒരു കണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. And finally, let's have the faith to keep on building. അവസാനമായി നമുക്ക് പണിതുകൊണ്ടേ ഇരിക്കുവാനുള്ള ഒരു വിശ്വാസം വേണം. Without faith, we cannot do anything for the Lord. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. We need to have the faith to know that He has called us and given us that responsibility. നമ്മളെ വിളിച്ച് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്ക് വേണം. So if you look at the book of Nehemiah, till then there were so many times when Israelites as a whole went away from God. നമ്മൾ ഈ നെഹമ്യാവിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അതുവരേക്കും പല അവസരങ്ങളിൽ ദൈവത്തിൽ നിന്ന് ഈ ജനം അകന്നു പോയതായിട്ട് നമുക്ക് കാണാം. But after this, when they came back as a nation, they have never gone back in the ways they did before. പക്ഷേ ഈ നെഹമ്യാവിൻ്റെ ഈ കഥ അവസാനിക്കുമ്പോൾ അവർ ദേശത്തേക്ക് മടങ്ങി വന്നതിന് ശേഷം അവർ തിരിച്ച് ഒരിക്കൽ പോലും അവരുടെ പഴയ വഴിയിലേക്ക് അവർ പോയില്ല. So let us build together. നമ്മൾക്ക് ഒരുമിച്ച് പണിയാം. Let's build our lives. Come on, let's pray. Could I have the worship team to join us? Let us build fearlessly. നമ്മൾക്ക് വളരെ ശ്രദ്ധാപൂർവം നമുക്ക് പണിതുകൊണ്ടേയിരിക്കാം. Come on, Lord, we just commit this time into your hands. കർത്താവേ, ഈ സമയം ഞാൻ നിന്റെ മുമ്പിൽ തരുന്നു. Even as we were just reading about Nehemiah, നെഹമ്യാവിനെ കുറിച്ച് ഞങ്ങൾ വായിക്കുമ്പോൾ തന്നെ I pray, Holy Spirit, right now you will minister to everyone. ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും നീ സംസാരിച്ചാട്ടെ. That you will tell each person that they can build their family, their lives. നീ ഓരോരുത്തരോട് സംസാരിച്ചാട്ടെ പരിശുദ്ധാത്മാവേ, അവരോട് പറഞ്ഞാട്ടെ അവരുടെ ജീവിതവും അവരുടെ ഭവനവും അവർക്ക് പണിയുവാൻ സാധിക്കുമെന്നുള്ളത്. And that they need not fear. അവർ ഭയപ്പെടേണ്ടതില്ല എന്നും ഭയപ്പെടണ്ട. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് ആരെങ്കിലും വിഷമിച്ച് നീ എങ്ങനെ മുമ്പോട്ട് പോവാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ കൂടെ ഉണ്ട്. നീ പണിതോ, നീ പണിയ. ശത്രു വരും പല 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 ചിന്തകൾ കൊണ്ട്. അത് എന്നിൽ നിന്നല്ല. ഞാൻ കൂടെ ഉണ്ട്. ഞാൻ ഒരിക്കലും കൈവിടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിനി വർഷിപ്പ് ടീം ഒരു പാട്ട് പാടുമ്പം, ഈ കോറസ് പാടുമ്പം നമുക്കൊന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ അത് സമർപ്പിക്കാം. എല്ലാ ഭയങ്ങൾ മാറ്റി. that we will build. We will not be discouraged. നമ്മൾ പണിയും, നമ്മൾ ഒരിക്കലും ഡിസ്കറേജ്ഡ് ആവത്തില്ല. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൽ മീതെ എൻ പിതാവും ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല എനിക്കൊന്നിലും. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഭയങ്ങളുണ്ടെങ്കിൽ just കൈ ഒന്ന് പൊക്കിയാട്ടെ. Someone will come to pray for you. Someone, I just pray for just the leaders or anyone in the intercessory team. Just go and pray for people who need prayer. എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ, hallelujah. അവിടെ there's one person there. Hallelujah, hallelujah. എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കർത്താവ് ആ ഭയം മാറ്റാൻ പോവാ. ഇന്ന് ഒരു ബ്രേക്ക് ത്രൂ വരാൻ പോവാ. ഹല്ലേലൂയ. ഞാൻ സെൻസ് ചെയ്യുന്നു ആ ഭയം കൊണ്ടാണ് പലരും ആ ദൈവവിളിയിലേക്ക് പൂർണ്ണമായിട്ട് വരാത്ത. ഹല്ലേലൂയ. റബബബ ശിഖദറബോരെ കശീര ബബബബബ ശുബരി ഖദീറാരീര ഓരെ കശീര ബര കശീറാരാ. ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പൊ തന്നെ ആ ഭയങ്ങളെല്ലാം മാറ്റണം കർത്താവേ. ഹല്ലേലൂയ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല
ഹല്ലേലൂയ. വീടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാൽ ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല എനിക്കൊന്നിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാ ഭയങ്ങൾ മാറ്റുകയാണ് ഇപ്പം. കാരണം ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. The Holy Spirit is moving in our midst. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ കുടികൊള്ളുന്നു. It is not any man. The Holy Spirit is setting you free. Hallelujah. പരിശുദ്ധാത്മാവ് ചില അഡിക്ഷൻസ് ബ്രേക്ക് ചെയ്യാന്ന്, ചില bondages, smoking, porn is being broken. ഇപ്പൊ തന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭരിഖത ആ ബ്രീച്ച് കർത്താവ് ഉടയ്ക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭരിഖദീര ബരകശീര ബബബബരകശീരര ഓരകശീര ബരകദീര ബബബബബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. It is not any man. The Lord is here. Even if you haven't raised your hand, the Lord is touching. നിങ്ങളുടെ കൈ നിങ്ങൾ ഉയർത്തിയില്ലെങ്കിൽ പോലും ഇവിടെ പരിശുദ്ധാത്മാവുണ്ട്. മനുഷ്യനല്ല, കർത്താവ് നിങ്ങളെ തൊടും. ഒരു angelic ministry ഇവിടെ. Hallelujah. The Lord is doing here something in our midst. കർത്താവ് നമ്മുടെ ഇടയിൽ വലിയൊരു കാര്യം ചെയ്യുന്നു. നമ്മൾ സഭയായിട്ട് എഴുന്നേക്കാൻ പോവാ, സഭയായിട്ട് ബിൽഡ് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണിയാൻ പോവാ. Not only that, I just sense even the building that is coming up. The Lord is going to enable each one of you to help in that building. ഞാനിവിടെ സെൻസ് ചെയ്യുന്നു, നമ്മളിവിടെ പണിയുവാൻ പോകുന്ന പുതിയ ബിൽഡിംഗ് ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനുവേണ്ടി സഹായിക്കുവാൻ, പണിയുവാൻ നമ്മളെ ഓരോരുത്തരെയും അതിനെ എനേബിൾ ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ഓരോ കുടുംബവും നിങ്ങൾക്കുള്ളത്, when you just put in what you have, the Lord is going to bring that building. Hallelujah. നിങ്ങൾക്കുള്ളത് കൊടുക്കുമ്പം hallelujah, ആ building is going to come because that is God's dream. That is God's building. That's God's training center. Hallelujah. The Lord will do it through us, through each one of us. Through us, Lord, we open. ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങൾ തുറക്കുന്നു കർത്താവേ. ഞങ്ങൾ പണിയും, കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പണിയും. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ. I believe, ഞാൻ വിശ്വസിക്കുന്നു, പല വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞു. You will see the difference. Hallelujah. Be bold in the Lord. Hallelujah. കർത്താവിൽ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം നമുക്ക് സഭയായിട്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ് ഫോർ ദിസ് പ്രഷ്യസ് ടൈം. ഈ സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ദിസ് ഈസ് യുവർ വേർഡ്. യു വിൽ ഹെൽപ്പ് us to build. We will build in faith. അത് കാണുമ്പോൾ മറ്റുള്ളവർ പറയും, ഇത് ദൈവത്താൽ ചെയ്തതാ, ഇത് ദൈവത്താൽ ചെയ്തതാ, ഇത് ദൈവത്താൽ ചെയ്തതാണെന്ന് പറയും. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ഇതിൻ്റെ മഹത്വം എടുക്കത്തില്ല. ഇത് ദൈവത്താൽ ചെയ്തതായിരിക്കും. ഹല്ലേലൂയ. നന്ദി പിതാവേ. ചെയ്ത കാര്യങ്ങൾക്കായി സ്തോത്രം. മഹത്വം നിനക്ക്. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.